എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇഷ്ടത്തിലായി എല്ലാം അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രൊപ്പോസലും കൂടെ ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. ആ എന്താ അതെന്താ? അത് ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന ഓൻ പ്രപ്പോസ് ചെയ്യുന്ന? ആ തൊപ്പിയുടെ പ്രൊപ്പോസൽ ആദ്യം കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പക്ഷെ അത് ഉള്ളിന്ന് വരണം, ഫീലിങ്സ് ഉണ്ടാവണം. എന്നെ നോക്കണ്ട, ഫസി അവിടെ അത് ഫോണിലാ, നേരിട്ടല്ലോ, ഞങ്ങൾക്ക് കാണണ്ടേ. വിറയ്ക്കുന്ന നോക്ക്. ആ ഉണ്ട്. വെള്ളം വേണോ? ഹലോ ഫോണല്ല, സോറി. ഹായ്, ഫുഡ് കഴിച്ചോ? അല്ല അതല്ല, ശരിക്കും പ്രപ്പോസ് ചെയ്യാൻ. ഓക്കെ I love you, Fuzzy. Allah. I love you too. Thank you. ഇത്രേ ഉള്ളൂ. ഇങ്ങനല്ലേ പ്രപ്പോസിങ്? ഇങ്ങനല്ലേ? ഇങ്ങനെയൊന്നുമല്ല, മുട്ടൂറ്റിയൊക്കെ ഇങ്ങനെ. എന്താ സാധനമുണ്ട്, പക്ഷെ ഞാനത് ലാസ്റ്റ് കൊടുക്കാൻ ചോദിച്ചു. എന്താണത്? ഓ കൈ വിറക്കുന്നു. I love you so much, Fuzzy. കൈയടിക്ക്. റിങ് ഇഷ്ടപ്പെട്ടോ? ഹാർട്ടൊക്കെ ഉണ്ട്. ഓ തൊപ്പിയുടെ ഹാർട്ട. എന്താണ് മോതിരം? കറക്റ്റ്, കുറച്ച് ദിവസം കുഴപ്പമില്ല, വെഡിങ്ങിന്റെ അന്ന് കറക്റ്റ് ചെയ്യാന്ന്. ഇത് നിങ്ങൾ പ്ലാൻ ചെയ്താ? അല്ല അല്ല, ഞാനിപ്പോഴാ കാണുന്നത്. ഇന്റർവ്യൂ. അതെ, ഞാനിവിടെ മുമ്പിൽ ഇരിപ്പുണ്ടെന്ന് മറന്നേക്കരുത്. ഓക്കെ, ഇനി ഫസി അങ്ങോട്ട് തിരിച്ച്. അത് ഉള്ളിന്ന് വരണം. ഇത് ജസ്റ്റ് ഒരു ഐ ലവ് യു റിംഗ് എക്സ്ചേഞ്ച് അത്രേ ഉള്ളൂ. പക്ഷെ ഫസിയുടെ ഉള്ളിന്ന് വരട്ടെ. ചിരിപ്പിക്കും. ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ ഭയങ്കര സീരിയസ് ആണ്. എന്റെ മോതിരമൊന്നുമില്ല. മോതിരം വേണ്ട. എന്ത് കേക്കണ്ടേ ഫസീടെ? അതല്ലേ ഞാൻ ഉദ്ദേശിച്ചേ. പ്രഷറൊന്നുമില്ല, ഐ ലവ് യു. എന്താ നേരിട്ട് കൈയിട്ട് പിടിച്ചിരിക്ക. സിംഗിൾസിന്റെ ബീജിയം ഇടണം കേട്ടോ. അല്ല, ഇന്റർവ്യൂ ആണ്, ഞാനുണ്ട് ഇവിടെ. അല്ല, ഇതൊക്കെ കാണുമ്പോ നമ്മള് സിംഗിൾസിന് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇനി ആ കണ്ണട വെച്ചോ, ഒരു സ്റ്റൈലിന് ഇരുന്നോട്ടെ. ഇഷ്ടപ്പെട്ടോ ഫസി? കണ്ടോ? പിന്നെ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ശരിക്കും ചോദിക്കുന്ന എന്തെങ്കിലും ഉണ്ടേ പറ, കേക്കട്ടെ. എന്താ ആ ഒരു ഫിയർ മാറിയില്ല? ഓക്കെ, അപ്പൊ പറ. കണ്ടു, ബ്ലഷ് ചെയ്ത് നോക്ക്. മുക്കത്തി നല്ല രസമുണ്ട്. ഇത് നേരത്തെ പറഞ്ഞേ.
അറിയാത്തതാണ്. ഓക്കെ, പറയാം. ഞാൻ എന്തെങ്കിലും കാരണം പറയാം. തൊപ്പിക്ക് ഫസിയിൽ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ഓക്കെ. പിന്നെ പിന്നെ കണ്ണ്. സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല? സ്വഭാവം ഇഷ്ടപ്പെട്ടു. അതിന് നമ്മളധികം സംസാരിച്ചിട്ടൊന്നുമില്ല. എന്താ നമ്മളധികം പെട്ടെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ? ഫസിക്കോ എന്താ ഇഷ്ടപ്പെട്ട സ്വഭാവം ഇഷ്ടം. എന്റെ ഒന്ന്. പിന്നെ കോമഡി എപ്പോഴും ചിരിപ്പിച്ചോണ്ടിരിക്കും അല്ലേ? എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. നല്ലതല്ലേ? പിന്നെ കിട്ടുന്നില്ല. ആ ഫ്ലവർ ഒക്കെ കയ്യിലെടുത്ത് വെക്കേ, കാണട്ടെ എല്ലാവരും. ഇത് വീട്ടിൽ കൊണ്ടുപോവോ? അത് ഞാൻ സൂക്ഷിച്ചു വെക്കോ? മറ്റേ മാലയില് സംഭവം ചെയ്യത്തില്ല ഇങ്ങനെ നമുക്ക് തന്ന റെസിനാട്ടോ? റെസിനാട്ടി. ഓക്കെ, നല്ല അതൊരു മാലയിലൊരു സംഭവം ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ചെയ്തിട്ട്. ഓക്കെ. തൊപ്പി ഇവിടെ ഇപ്പോഴും റൂമിൽ തന്നെ എപ്പോഴത്തെ പോലെ മാറി, ഒത്തിരി മാറി. ഫസി ലൈഫിലേക്ക് വന്നതിന് ശേഷം ശരിക്കും അത് അല്ലാണ്ട് വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് തൊപ്പിയുടെ ലൈഫിൽ ഉണ്ടായത്? എനിക്ക് ആൾക്കാരോടെല്ലാം കുറച്ച് സ്നേഹം വരാൻ തുടങ്ങി. എനിക്ക് പൊതുവെ ലൈവ് ചെയ്യുമ്പോൾ, ഇത്ര നാളൊന്നല്ല, പൊതുവെ എനിക്ക് ലൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു ഇങ്ങനെ ഈ ആൾക്കാരോടുള്ള ഒരു ദേഷ്യം കൂടി അതിൽ പെടുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിനെല്ലാം ഇങ്ങനെ ലോകത്തിനോടുള്ള ഒരു ദേഷ്യം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം എനിക്ക് മൊത്തത്തിലൊരു സ്നേഹം എന്തോ ഇഷ്ടപ്പെടാൻ തുടങ്ങി ആൾക്കാരെ. എന്താ എനിക്കറിയില്ല, പണ്ടേ അങ്ങനെയാ. ഇപ്പൊ ഞാൻ ഇങ്ങനെ അല്ലല്ല മാല തിരിച്ചെടുത്തു. എന്നിട്ട് എനിക്കിപ്പോ എല്ലാരോടും സ്നേഹം വരാൻ തുടങ്ങി. മീൻസ് എനിക്കങ്ങനെ ആൾക്കാരെ ഇഷ്ടപ്പെടുമല്ലോ പെട്ടെന്നൊന്നും. ഇപ്പൊ എനിക്ക് വെറുതെ ഒരാൾ കാണുമ്പോ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സ്നേഹം. മൊത്തത്തിലൊരു ഇത് വന്ന് എല്ലാത്തിനോടും. വെളിയിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോ? നിറയെ ഫ്രണ്ട്സ് ഒക്കെ ആയോ? ആദ്യമൊന്നും അധികം ഫ്രണ്ട്സ് ഇല്ലെന്നായിരുന്നു കേട്ടത്. ഫ്രണ്ട്സ് അറിയാവുന്നായിട്ടില്ല. എന്റെ ടീമുണ്ട്. ഇവര് അവരൊന്ന് കാണിക്കോ? എന്റെ ടീമിനൊന്ന് കാണിക്കോ? ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുമ്പോ എന്റെ ബിഹൈൻഡ് ദ സീൻസിന്റെ ടീം ഒരു ആളിങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് അതാ ക്യാമറമാൻ. റൈറ്റിലുള്ളത് തൻസി ക്യാമറമാൻ, ലെഫ്റ്റിലുള്ള ഷമീർ. പിന്നെ ഒരാളുണ്ട്, അവൻ വന്നിട്ടില്ല, അവൻ കണ്ണൂരാ. അവന് വരണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഫുൾ തിരക്കാണ്. മുനു അറിയോ? അറിയില്ല അല്ലേ? അതെന്താ അറിഞ്ഞോളൂ, നിനക്കറിയില്ലല്ലേ? എന്നാ നീ അറിഞ്ഞോ. വണ്ടി എടുപ്പിച്ചേ ചങ്ങായി കാരണം നമുക്ക് ഇതെല്ലാം സംഭവിച്ചത് തോന്നാറുണ്ട്. റീലൊക്കെ എടുക്കുന്നേ? എന്റെ കൂടെയുള്ള മുനു ഡ്രൈവറാണോ? ഡ്രൈവർ അല്ല, ഡ്രൈവ് ചെയ്യുന്ന ആളാണോ? ഡ്രൈവർ അല്ല. അന്ന് ആ ദിവസം വണ്ടി പിടിച്ച ദിവസം ഞാൻ അവനെ കൊറേ കുറ്റം പറഞ്ഞു. ഞാനും കൊറേ കുറ്റം പറഞ്ഞു. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെ ഇടയിൽ ഇടിച്ച. ഫുഡ് കഴിച്ചില്ലല്ലേ അന്നേരം? അത് നല്ലതിനായിരുന്നു, എല്ലാം നല്ലതിന് സംഭവിച്ചു. വീട്ടിലറിയോ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ? അറിയോ? അറിയാം, പക്ഷെ എന്തായാലും അല്ല, ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ വീഡിയോസ്, പ്രൊപ്പോസൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൈറൽ ആവുന്നുണ്ടല്ലോ. അപ്പൊ വീട്ടിലെങ്ങനെയെങ്കിലും അറിഞ്ഞും കാണുമല്ലോ? വീട്ടിലറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂലോ. എന്താ പറഞ്ഞ വീട്ടിലിപ്പം തൊപ്പിയായിട്ട് തന്നെ പറഞ്ഞതാണോ അതോ? അല്ല, അറിഞ്ഞതാ. അപ്പൊ ഞാനായിട്ടും പറഞ്ഞു, പക്ഷെ ഇപ്പം എന്തായാലും സമ്മതിക്കൂല എന്നുള്ള സെറ്റപ്പിൽ തന്നെ നിൽക്കുന്നത്.
ഇവള് വീട്ടുകാരായാലും അങ്ങനത്തെ അതെന്തായാലും അവരെ കുറ്റമൊത്തല്ല അത്. ഞാനങ്ങനെ ആണല്ലോ. വാപ്പയായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? വാപ്പയായിട്ട് സംസാരിക്കാൻ തുടങ്ങിയോ? ഞാൻ സംസാരിപ്പിക്കും. പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നേ, അന്ന് നിങ്ങളുടെ വണ്ടി ഇടിച്ച ആ ഒരു ടൈമില് എനിക്ക് എന്റെ ഉമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോ സലാം പറഞ്ഞത്. അന്ന് ശരിക്കും അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് എന്താ പറഞ്ഞേ ഉമ്മ? നല്ല നല്ല വഴക്ക് പറഞ്ഞോ? സപ്പോർട്ട് ഉമ്മ ഭയങ്കര ക്ലോസ് ഭയങ്കര ക്ലോസ് ആവും. ക്ലോസ് എന്താ വേറെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ പുറകിലേക്ക് പോയല്ലേ? വീട്ടിലറിയില്ലേ? ഇപ്പൊ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ അറിഞ്ഞു സംസാരിച്ചു വീട്ടുകാരുടെ അടുത്ത്. എന്തു പറഞ്ഞു? പാപ്പ പറഞ്ഞു ഹസിമോളെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോന്ന്. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച് ഇഷ്ടമാണ് നിങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിക്കാം. അപ്പൊ പൊതുവെ ഒരു ഇമേജ് ഇല്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എന്റെ വീട്ടുകാർ ഭയങ്കര ഓർത്തഡോക്സ്. അപ്പൊ ഇത് ഭയങ്കര ഒരു സ്ട്രോങ് ഇസ്ലാമിക് ഫാമിലി. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യാനാണ് രണ്ടുപേരും? വീട്ടുകാരല്ലേ സമ്മതിക്കും. എല്ലാം പ്രാർത്ഥിച്ചെല്ലാരും ശരിയാക്കും. വെയിറ്റ് ഫസി ഇപ്പൊ എന്താ ശരിക്കും ചെയ്യണേ? സ്റ്റഡീസ് ആണോ അതോ? ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അതിന്റെ ബ്രാഞ്ചിന് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയുണ്ട് തൊപ്പിയുടെ സപ്പോർട്ട് കാര്യങ്ങള്? ഓനിപ്പഴാ അറിയുന്നതെന്ന് അറിയോ? ഓക്കെ. ഇത് ഈ ഡ്രസ് അവിടുന്ന് ഡിസൈൻ ചെയ്തതാണോ? അല്ലല്ല, ഇത് ഞാൻ വാങ്ങിച്ച. ഓക്കെ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെന്ന് പറയുന്നത് ഒരാള് വേറെ ഏതോ ലോകത്താണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിട്ട് പിന്നെന്ന് പറയുന്നതാ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, ചോദിച്ചാ ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഈ എന്താ ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഇവിടെ ഇപ്പൊ വാപ്പയുടെ അടുത്ത് ഈ കാര്യം അവതരിപ്പിക്കണമല്ലോ. എന്താണെങ്കിലും രണ്ടുപേരും ഇഷ്ടത്തിലായി. അപ്പോ വാപ്പയുടെ അടുത്ത് ഈ കാര്യമൊക്കെ സംസാരിക്കുമ്പോ പേടി സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. അപ്പൊ വാപ്പയുടെ അടുത്ത് ഈ കാര്യം എങ്ങനെ അവതരിപ്പിക്കാനാ? ഇപ്പൊ എന്തായാലും അറിയായിരിക്കും, അറിയാണ്ടിരിക്കൂലോ. പിന്നെ ഞാനായിട്ട് സംസാരിച്ചിട്ടില്ല ഇതിനെ കുറിച്ച്. പക്ഷെ വീട്ടില് സിബ്ലിങ്സ് ഒക്കെ ഉണ്ടല്ലോ ഇല്ലേ? വീട്ടില് സിബ്ലിങ്സ് ഉണ്ടല്ലോ. അപ്പൊ അവരാണെങ്കിലും അറിഞ്ഞു കാണൂലോ. ഇപ്പൊ വീട്ടില് സംസാരമൊക്കെ ഉണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് സംസാരമൊക്കെ ഉണ്ടോ? ഉപ്പ ഇതാക്കിയാൽ മാത്രമേ ഉപ്പാന്റെ ഇതുണ്ടെങ്കിലേ ബാക്കി എന്തും നടക്കും. വീട്ടിൽ ആരൊന്നും സംസാരിച്ചിട്ടും കാര്യമില്ല. ഉപ്പാനെ കൺവിൻസ് ചെയ്യണം, സംസാരിക്കണം. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയായിരുന്നു സംസാരിക്കണം. ഇത്രക്കാലം സംസാരിക്കാണ്ട് ഇതിന്റെ പേര് പറഞ്ഞിട്ട് സംസാരിക്കാൻ പോയാ മനക്കറിയില്ല, എന്താവെന്ന് അറിയില്ല, നോക്കണം. എന്താ ശരിക്കും ഇപ്പോഴും നിങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാറേ ഇല്ല? സംസാരിക്കണം എന്ന് തോന്നിയിട്ടേ ഇല്ല? തോന്നിയിട്ടുണ്ട്. വാപ്പയ്ക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ സംസാരിക്കണം? തോന്നിയിട്ടുണ്ടാവല്ലോ. എനിക്കറിയില്ല, അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഭയങ്കര ഒരു വിഷമം അല്ലേ? വിഷമൊന്നുമില്ല, ഓക്കെ. സംസാരിക്കാം, സെറ്റ് സംസാരിക്കാം. എന്താ കണ്ണാടി ഊരിക്കോ? കുഴപ്പമില്ലല്ലോ. എനിക്കന്നെ മുടി ഇഷ്ടല്ല അല്ലേ? മുറിക്കണാ? മുടി മുറിക്കണാ? ഈ മുടി എങ്ങനെയാക്കിയേ? കൈ കൊണ്ടോ? പാടാ. ഇതൊരു ആ സാധനം എടുക്ക്, ഞാൻ മുടി ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, കാണിച്ചത്. അല്ലെങ്കിൽ കൊണ്ടാണ് മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് നടക്കണേ. മാരകായുധം അല്ല, ഇതിനെ കൊണ്ട് ചെയ്യുന്നത്. ഇതൊരു പിന്നെ ഇതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. മുടി ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റും ഓരോന്നായിട്ട്.
മലയാളി യൂട്യൂബർമാർക്ക് ഏറെ സുപരിചിതനാണ് തൊപ്പി. തൊപ്പി ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ പോയി ആകെ തകർന്നൊരവസ്ഥയിലാണ്. ഈ സമയത്താണ് തൊപ്പിയുടെയും ഫാസ്മിൻ്റെയും ഒരു ലവ് പ്രപ്പോസൽ വീഡിയോ വൈറലായി മാറുന്നത്. ഫാസ്മിനയും തൊപ്പിയും ഒരു സമയത്ത് പ്രണയത്തിലായിരുന്നു. പിന്നീട് ഇവർ പിരിഞ്ഞു. അതിനുശേഷം ഫാസ്മിന വേറെ വിവാഹം ചെയ്തു പോയി. അവിടെയും കുറേ ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെ ഫാസ്മിന സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ പലരുടെ കാര്യങ്ങളിലും ഇടപെട്ട് വലിയ വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിനെ നമുക്കറിയാം. ഇതിനിടെ ഫാസ്മിനെ കുറിച്ചുള്ള തൊപ്പിയുടെ അഭിപ്രായങ്ങളും വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിനിടയിൽ മോതിരം കൊടുത്ത് ഫാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്ന തൊപ്പിയുടെ ഒരു വീഡിയോ ആണ്, വർഷങ്ങൾക്ക് മുന്നേ വൈറലായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. അന്ന് തൊപ്പി മോതിരം ഊരി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മോതിരം ഇട്ട് കൊടുക്കുമ്പോൾ ഫാസ്മിനെ ആദ്യം പറയുന്നത് ഇതെനിക്ക് കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ തൊപ്പി ഒന്നുകൂടി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കുറച്ച് ലൂസാണ്, കുഴപ്പമില്ല എന്ന്. എന്നാൽ അതിന് ആളുകൾ എല്ലാവരും ഇപ്പോൾ കമന്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ലൂസായിരുന്നത് മൊത്തത്തിൽ അങ്ങ് ഊരിപ്പോയതാണ് തൊപ്പിയുടെ കയ്യിൽ നിന്നെന്ന്. ഫാസ്മിനയ്ക്ക് അന്നും ഇന്നും തൊപ്പിയോട് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത്.